ഹലോ ഗായ്സ്, ഇന്നത്തേത് ഒരു തീം കേക്കാണ് കേട്ടോ. ഇത് കുറച്ച് ലോങ് ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിനകത്തെ ടിപ്സും ട്രിക്സും എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് ആകുമ്പോൾ പറയണം ഇത് ശരിക്കും കറക്റ്റ് ആ തീം തന്നെയാണോ, അതിനകത്ത് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയണം. ഇതൊരു ചെറിയ കേക്കാണ്, ഒരു ½ kg കേക്ക് മതിയെന്നാണ് അവർ പറഞ്ഞേക്കണം. അപ്പോൾ ഒരു ½ kg കേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു തീമിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചു, പിന്നെ ചോക്ലേറ്റ് ക്രീം ഇട്ടിട്ടുണ്ട്, പിന്നെ സോക്ക് ചെയ്യാൻ എടുത്തേക്കുന്ന ഷുഗർ സിറപ്പ് തന്നെയാണ്, പിന്നെ നിറയെ ചോക്കോ ചിപ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചോക്ലേറ്റ് ഗനാഷാണ് മേളിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിങ്ങനെ പാലറ്റ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രേപ്പർ വെച്ച് നീക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, ഈ സ്പോഞ്ച് ഭയങ്കര സോഫ്റ്റാണ്. ഞാനിത് വേറൊരു ദിവസം ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പ് വീണ്ടും ഇട്ട് 3 ലെയറിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ½ കിലോ ആണെന്ന് കരുതിയിട്ട് 2 ലെയറിലൊന്നുമല്ല, 3 ലെയറിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇത് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, സൈഡിലും ഒക്കെ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് കവർ ചെയ്താണ് ചെയ്തേക്കുന്നത്. ഇത് ഉണ്ടാക്കിയേക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കാണ്. 1 വർഷമായിട്ട് അവർ ഡയറ്റിലായിരുന്നു കേട്ടോ. ഡയറ്റ് ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് ഡയറ്റ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം അവർ ആദ്യമായിട്ട് മധുരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കേക്ക് ഓർഡർ ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ കേക്ക് ഉണ്ടാക്കുന്നതിൽ. കാരണം അത്രയും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. കണ്ടോ, ഇത് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. ഇതിൻ്റെ അറ്റം കണ്ടോ കട്ട് ചെയ്യുന്നത് കണ്ടോ. ഇത് ഈ ക്രീം തേക്കുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ സ്പോഞ്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ കട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞാനത് വിട്ടുപോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ക്രീം ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ക്രീം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ പാലറ്റ് വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് സ്ക്രേപ്പർ ഉപയോഗിച്ച് ഒരുമാതിരി ഒരു നല്ല ഷേപ്പിൽ, കാരണം ഇങ്ങനെ ഫ്ലോ ഒന്നുമില്ല, നല്ല ഫ്ലോയിലായിട്ട് വരുന്ന രീതിയിൽ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും പെട്ടെന്ന് ചെയ്തതാണെന്ന്. അല്ല കേട്ടോ, കുറേ സമയമെടുത്ത് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാലറ്റ് നൈഫില്ലേ, അത് വെച്ചിട്ട് നടുക്കൊരു ഹോൾ ഇട്ട് കേട്ടോ. നടുക്ക് കണ്ടോ, സെൻട്രലായിട്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതും ക്രീം വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായേക്കാണോ ഇതെന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? കറക്റ്റായി വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് തന്നെ അറിയില്ല, പക്ഷെ കൊടുത്തവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ഫില്ല് ചെയ്തു. ഫുള്ളി ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ഫില്ല് ചെയ്തേക്കാണ്. എന്നാലേ ആ കളറ് കിട്ടുകയുള്ളൂ. അതുകൊണ്ടിട്ട് ചോക്ലേറ്റ് ഗനാഷ്, ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് തന്നെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ ഈ കേക്ക് ഫോണ്ടനിലും പ്രിപ്പയർ ചെയ്യാം, പക്ഷേ ഫോണ്ടൻ അവർക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ടിട്ടാണ് ക്രീമിൽ തന്നെ മൊത്തം ചെയ്തത്. അപ്പം മൊത്തം കഴിക്കാൻ ആരും മിക്കവരും ഫോണ്ടൻ എടുത്ത് മാറ്റാറാണ് പതിവ്. അപ്പം ക്രീം ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. ഫുള്ളി ഗനാഷ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ചോക്ലേറ്റിന് നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഫുള്ളി ചോക്ലേറ്റാണ് കവർ ചെയ്തേക്കുന്നത്. പിന്നെ അകത്തും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതുമൊക്കെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അകത്ത് ഇപ്പോഴും ഒരു വൈറ്റ് കളർ കാണുന്നുണ്ട്. അപ്പോൾ അതും കുറച്ച് ഗനാഷ് എടുത്തിട്ട് അതും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബോർഡൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോണ്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ മേളിൽ എന്തെങ്കിലും എഴുതണമല്ലോ, എന്നാലും ഇതെന്താ ഉദ്ദേശിച്ചതെന്നുള്ള മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല ഇതെന്താ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഞാൻ ഫോണ്ടൻ കട്ട് ചെയ്തിട്ട് ഒരു റിങ് പോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് വിന്നർ എന്നാണ് എഴുതിയേക്കുന്നത്. അത് ഫോണ്ടൻ്റ് വെച്ചിട്ട് തന്നെ എഴുതിയേക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തേക്കുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്നാ ഒന്ന് പറ. മാർബിൾ പ്ലേറ്റാണ് ഇത്. ബാക്കിയുള്ളവർക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജിമ്മിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇതെന്താ സാധനം എന്ന്. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ദെൻ, ബൈ ബൈ.